നമസ്കാരം. കെയറിംഗ് ഹാൻഡ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ACV പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. കെയറിംഗ് ഹാൻഡ്സിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഗർഭിണികളിലെ രക്തസ്രാവത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത് ഡോക്ടർ ജീനു ബാബു ആണ്. യാന മദർ ആൻഡ് ചൈൽഡ് കെയർ അരുമന, യാന വിമൻസ് ഹോസ്പിറ്റൽ ആൻഡ് ഫെർട്ടിലിറ്റി സെൻറ്റർ ഉള്ളൂർ ഇവിടുത്തെ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഡോക്ടർ ജീനു ബാബു. നമുക്ക് ആദ്യമേ തന്നെ ഡോക്ടറെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡോക്ടർ. ഈ പ്രേക്ഷകരോടായി പറയാനുള്ളത്, ഇത് 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് വിളിക്കുക. ഡോക്ടറോട് നേരിട്ട് സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, വിഷയം ഒന്നും കൂടി പറയാം. ഗർഭിണികളിലെ ബ്ലീഡിംഗ് ആണ്, പ്രഗ്നൻസിയും ബ്ലീഡിങ്ങും. ഓക്കെ, നമുക്ക് ഡോക്ടറോട് ചോദിക്കാം. ഡോക്ടർ, ഈ ഗർഭിണികളിലെ ബ്ലീഡിങ് കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണോ? ഗർഭിണികളിൽ ആദ്യത്തെ 3 മാസങ്ങളിൽ കുറച്ചധികം ബ്ലീഡിങ് കാണാറുണ്ട്. 3 മാസത്തിന് ശേഷം വരുന്ന ബ്ലീഡിങ് അത്ര കോമൺ ആയിട്ട് കാണാറുള്ള ബ്ലീഡിങ് അല്ല. അപ്പോൾ ആദ്യത്തെ 3 മാസം ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിൻ്റെ കാരണവും പിന്നീട് ഉണ്ടാകുന്നതിൻ്റെ കാരണവും രണ്ടാണ്. ആദ്യത്തെ 3 മാസങ്ങളിലാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി നമ്മൾ ബേബി വന്ന് യൂട്രസിലോട്ട് പിടിക്കുന്ന സമയത്ത് വരുന്ന ബ്ലീഡിങ്, ഇംപ്ലാന്റേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹോർമോണൽ ഡെഫിഷ്യൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാരണമാണ് സാധാരണയായിട്ട് ഉണ്ടാവുക. വളരെ ചുരുക്കം ആളുകളിൽ ഇത്തരത്തിലുള്ള ബ്ലീഡിങ് അബോർഷനിലോട്ട് എത്തിച്ചേരാറുണ്ട്. പിന്നെ ഒത്തിരി ബ്ലീഡിംഗ് ഒക്കെ വന്ന് ഗർഭപാത്രത്തിൻ്റെ അകത്ത് ഒത്തിരി രക്തമൊക്കെ കെട്ടിക്കിടക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ മാസം തികയാതെ വേദനയ്ക്കുള്ള സാധ്യതയും കുഞ്ഞിന് ചിലപ്പോൾ വളർച്ച കുറയാനുമുള്ള ഒരു ചെറിയ സാധ്യതകൾ വളരെ ചുരുക്കം ആളുകളിൽ കാണാറുണ്ട്. അല്ലാതെ നോർമലി ചെറിയ ബ്ലീഡിങ് വന്നു കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ ആ പ്രഗ്നൻസി മുന്നോട്ട് പോയിക്കോളും. എന്നാൽ 3 മാസത്തിന് ശേഷം വരുന്ന ബ്ലീഡിങ്ങുകൾ നമ്മൾ ശ്രദ്ധിക്കണം. 3 മാസത്തിന് ശേഷം നോർമലി ഈ കുഞ്ഞ് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ രൂപപ്പെടുന്നതോടൊപ്പം തന്നെ കുഞ്ഞിന് ചുറ്റുമുള്ള മറുപിള്ള, പ്ലാസൻ്റ എന്ന് നമ്മൾ പറയും, ആഫ്റ്റർ ബർത്ത്, അപ്പോൾ അതും കൂടെ രൂപപ്പെടുന്ന സമയമാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ അബ്നോർമലായിട്ട് നോർമലി അല്ലാത്തതിൽ നിന്നും വന്നു കഴിഞ്ഞാലും ബ്ലീഡിങ് വരാനുള്ള സാധ്യതകളുണ്ട്. അത് പ്രധാനമായിട്ട് നമുക്ക് 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ അത് അറിയാനായിട്ട് സാധിക്കും. ചിലർക്ക് 5-ാം മാസത്തിൽ അത് താഴെയാണെങ്കിലും ഗർഭപാത്രം വലുതാവുന്നതനുസരിച്ച് ഈ മറുപിള്ളം മുകളിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ബ്ലീഡിങ് കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. എന്നാൽ ചിലർക്ക് അത് താഴ്ഭാഗത്ത് തന്നെ ഇരുന്ന് കഴിയുമ്പോഴാണ് പ്ലാസൻ്റ പ്രീവിയ എന്നൊക്കെ പറയുന്ന ഓരോ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവരിൽ പ്രഗ്നൻസി കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകാനും നോർമൽ ഡെലിവറി പോലെയുള്ള കാര്യങ്ങൾ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഡേറ്റ് വരെയൊക്കെ ചിലപ്പോൾ പ്രഗ്നൻസി കൊണ്ടുപോകാൻ പറ്റാതെ വരികയും നേരത്തെ ചിലപ്പോൾ ഡെലിവറി ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ട് കാണപ്പെടാറുണ്ട്. അപ്പോൾ പലതരത്തിലാണ് ബ്ലീഡിങ് വരുന്നത്. പിന്നെ വേറെ കാരണങ്ങളുണ്ട്. മറുപിള്ള വിട്ടുപോകുന്ന ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് പ്രസവവേദനയ്ക്ക് മുമ്പ് തന്നെ മറുപിള്ള അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് പോകും. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അപ്പോൾ ആ സമയത്ത് അബ്രപ്ഷൻ എന്ന് പറയും. അതായത് മറുപിള്ള നോർമലി വരുന്നതിനെക്കാട്ടിലും നേരത്തെ സമയത്ത് അത് സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ബ്ലീഡിങ് വരാം. അമ്മയ്ക്ക് ഭയങ്കര ഡേഞ്ചറസ് ആണത്. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ നിന്ന് പോയിട്ട് പെട്ടെന്ന് കുഞ്ഞ് മരണപ്പെടാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഗർഭിണി ആവുമ്പോഴായിരിക്കുമല്ലോ പലർക്കും ഈ ഡയബറ്റിസ് വരുന്നതും പിന്നെ പ്രഷർ വേരിയേഷൻസ്, പല വേരിയേഷൻസ് ഗർഭാവസ്ഥയിൽ വരാറുണ്ടല്ലോ. അപ്പോൾ അത് കാരണം ബ്ലീഡിങ് അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരാറുണ്ടോ? ഇതും ചില കാര്യങ്ങൾ റിലേറ്റഡ് ആണ്. കാരണം ഈ ഷുഗറൊക്കെ ഉള്ള അമ്മമാർക്ക് കുഞ്ഞിന് വളർച്ച ചിലപ്പോൾ കൂടുതലായിരിക്കും, കുഞ്ഞിന് ചുറ്റുമുള്ള വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക്, ഈ വെള്ളം കൂടി നിൽക്കുന്നവർക്കൊക്കെ മാസം തികയാതെ ഈ മറുപിള്ള വിട്ടു പോരാനുള്ള റിസ്ക് വളരെ കൂടുതലാണ്. അത് മാത്രമാണ് പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ ചിലർക്ക് വെള്ളം പൊട്ടിക്കഴിയുമ്പോൾ പെട്ടെന്ന് പൊക്കിൾക്കൊടിയൊക്കെ പുറത്തോട്ട് ചാടി വരും. അപ്പോൾ ആ സമയത്ത് ചിലർക്ക് ബ്ലീഡിങ് ആയിട്ടൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഷുഗറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഷുഗറുമായിട്ട് വലിയ ബന്ധമൊന്നും നോർമലി കാണാറില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഗർഭാവസ്ഥ 3 ട്രൈമസ്റ്റർ ആയിട്ടാണല്ലോ പറയുന്നത്. അപ്പം ഈ ഡോക്ടർ പറഞ്ഞ പോലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കോമൺ ആയിട്ട് ഇത് സംഭവിക്കാറുണ്ട്. അതിനെക്കുറിച്ച് വേണം നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം ബ്ലീഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ചിലർ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എടുക്കും. അപ്പോൾ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ചിലർക്ക് അത് അബോർഷനിൽ പോകാറുമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞ് നോർമലായിട്ടുള്ള പ്രഗ്നൻസികളിൽ അത്ര പ്രശ്നങ്ങൾ വരത്തില്ല. ചെറിയൊരു ബ്ലീഡിങ് പോലെയൊക്കെ വന്നാലും നമുക്ക് ഈ ഗർഭപാത്രത്തിനൊന്ന് കാമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില മരുന്നുകളൊക്കെ കൊടുത്ത് നമുക്കതൊന്ന് പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ചിലർക്കത് വലിയ കുഴപ്പമില്ലാതെ പോകാറുണ്ട്. ചിലർക്ക് പെട്ടെന്ന് വയറുവേദന, ഗർഭപാത്രം ഇങ്ങനെ തുറന്നു പോവുക, കുഞ്ഞ് പെട്ടെന്ന് അബോർഷനായി പോവുക, അങ്ങനെയൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്നത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് നോർമലായിട്ട് നേച്ചറിൻ്റെ ഒരു
പ്രകൃതം കാരണമാണ് അങ്ങനെ വരുന്നത്. അതിന് ചില കാരണങ്ങൾ എന്തെങ്കിലും ഗർഭപാത്രത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങളുള്ളവരായിരിക്കാം. ഗർഭപാത്രത്തിൻ്റെ അകത്ത് എന്തെങ്കിലും സെപ്റ്റം എന്നൊക്കെ പറയും, അറകൾ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഭ്രൂണം പോയി അറയിലാണ് പിടിച്ചിട്ടുള്ളതെങ്കിൽ അവർക്ക് അതിൽ വളരാനുള്ള ബ്ലഡ് സപ്ലൈ ഉണ്ടാവത്തില്ല, വളരാനുള്ള സ്ഥലം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് നോർമലി അത് തന്നെ ഒരു അബോർഷനായിട്ട് ബ്ലീഡിങ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എങ്ങനെയായാലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഉടനെ നമ്മൾ മെഡിക്കൽ അറ്റൻഷൻ എടുക്കണം. വളരെ പ്രത്യേകിച്ച് ഗർഭിണികൾ അവരുടെ പീരീഡ് മിസ്സായി കഴിഞ്ഞ് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം ആ സ്കാനിങ് ഒക്കെ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു ആദ്യത്തെ മാസങ്ങളിൽ ബ്ലീഡിങ് വരുന്നതിൻ്റെ ട്യൂബിൽ പ്രഗ്നൻസി വരുന്നത് വളരെ നമുക്ക് അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയാണ്. അതായത് നോർമലി യൂട്രസിൻ്റെ അകത്ത് വരേണ്ട പ്രഗ്നൻസി ഫെലോപ്പിയൻ ട്യൂബ്, ഗർഭപാത്രത്തിൻ്റെ പുറത്തുള്ള അണ്ടവാഹിനി കുഴലിൽ വരാം. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണമാണത്. അത് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. ഞാനൊന്ന് ഇടപെടുകയാണ്. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് രേവതി എന്നാണ്. രേവതി എവിടെ നിന്നാ വിളിക്കുന്നത്? ഞാൻ തിരുവനന്തപുരത്ത് തന്നെയാണ് വിളിക്കുന്നത്. ആയിക്കോട്ടെ, നമ്മുടെ കൂടെ ഡോക്ടർ ജീനു ബാബു ഉണ്ട്, സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ. നമസ്കാരം മാഡം. മാഡം, എൻ്റെ ഒരു സംശയത്തിന് വിളിച്ചതാണ്. മാഡം, എനിക്കിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് 8 മാസം ആവുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഡെലിവറി കഴിഞ്ഞ് ഫസ്റ്റ് ഒരു 6 months ആയപ്പോഴത്തേക്ക് എനിക്ക് ഫസ്റ്റ് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത മാസം ആയപ്പോഴത്തേനും പീരീഡ്സ് ആയില്ല. പിന്നെ അതൊരു വലിയൊരു ബ്രേക്ക് ആയിരുന്നു. അപ്പൊ ഇതുവരെ പിന്നെ പീരീഡ്സ് ആയില്ല. അന്നായതിനു ശേഷം പിന്നെ പീരീഡ്സ് ആയില്ല. അപ്പൊ അത് നമ്മളിനിപ്പോ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. രേവതി കുഞ്ഞിന് പാല് കൊടുക്കുന്നുണ്ടോ? ഫീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫീഡ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഹോർമോണിലുള്ള വ്യത്യാസങ്ങളൊക്കെ കാരണം എല്ലാ മാസവും ചിലപ്പോൾ അണ്ടോൽപാദനം ഒന്നും നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി പീരീഡ് വരണമെങ്കിൽ അണ്ടോൽപാദനം നടന്ന് ഗർഭപാത്രത്തിൽ നിന്ന് ബ്ലഡ് പുറത്തോട്ട് വരുവാണ് ചെയ്യുന്നത്. പക്ഷേ അത് നമ്മൾ ഫീഡ് ചെയ്യുന്ന ടൈമിൽ ചിലർക്ക് അത് വരത്തില്ല. നേരത്തെ പോളിസിസ്റ്റിക് ഓവറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ പ്രഗ്നന്റ് ആകുന്നതിന് മുൻപ്? ഉണ്ടായിരുന്നില്ല. ഇപ്പം ഡെലിവറിക്ക് ശേഷം വെയിറ്റ് കൂടുതലായിട്ട് കൂടിയിട്ടുണ്ടോ? ഇല്ല, ഡെലിവറി കഴിഞ്ഞ ശേഷം ആദ്യത്തെ കുറച്ചു നാള് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത സമയത്ത് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഈ 6 മാസം കഴിഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് കുഞ്ഞിന് ഫീഡിങ് കുറച്ച് കുറയുമല്ലോ, അടുത്ത ഫുഡ് കൊടുത്തൊക്കെ കഴിഞ്ഞപ്പോ ഫീഡിങ് കുറച്ച് കുറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ ആ സമയത്ത് ഭയങ്കരമായിട്ട് ടയേർഡ് ആവുകയാണ് ചെയ്തത്. ടയേർഡായി കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് മെലിയൊക്കെ ചെയ്ത് ഭയങ്കര ക്ഷീണമാണ്. ഫുൾ ടൈം ഇങ്ങനെ ഒരു വയ്യാത്തൊരവസ്ഥ പോലെയാണ്. ക്ഷീണവും ഉറക്കവും അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പൊ രേവതിക്ക് വെയിറ്റ് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, ഇനി കൂടാതെ ശ്രദ്ധിക്കുക. അപ്പൊ ഇത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഡെലിവറി കഴിഞ്ഞ് ഫീഡിങ് ടൈമിൽ കറക്റ്റായിട്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വരുന്നത്. പിന്നെ ഒന്ന് പ്രഗ്നൻസി ടെസ്റ്റും കൂടി ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. പ്രഗ്നൻസിക്കുള്ള സാധ്യത നമുക്ക് 6 മാസം കഴിയുമ്പോൾ തൊട്ട് ചിലർക്ക് കാണാറുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കിക്കോളൂ. അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 വയസ്സ് വരെ ഇങ്ങനെ ഇറഗുലർ ആയിട്ടായിരിക്കും വരുന്നത്. 1 വയസ്സിന് കുഞ്ഞിന് 1 വയസ്സായി നോർമൽ നമ്മുടെ ഡയറ്റിലോട്ട് ആയതിനു ശേഷം ഇറഗുലർ ആയിട്ട് വരുവാണെങ്കിൽ മാത്രം ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. തൈറോയ്ഡ് ഉണ്ടായിരുന്നോ? ശാരീരിക അസ്വസ്ഥതകളൊക്കെ നമുക്ക് മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ടയേർഡാണ് ഞാൻ. ഇങ്ങനെ ക്ഷീണവും കണ്ണിന്റെ പുറകിലൊക്കെ ഇങ്ങനെ ഭയങ്കര ഫീഡിങ് ടൈമിൽ നോർമലായിട്ട് എടുക്കുന്ന ഫുഡിനെക്കാട്ടിലും കുറച്ചും കൂടെ കൂടുതൽ എടുക്കേണ്ടതാണ്. പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഫുഡൊക്കെ എടുക്കുക. പിന്നെ തൈറോയ്ഡ്, ഹീമോഗ്ലോബിനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. വൈറ്റമിൻ ഡി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ നോർമൽ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. സപ്ലിമെന്റ്സ് കാൽസ്യം ഒക്കെ എടുത്തതല്ലേ? അയണും കാൽസ്യം ഒക്കെ ഞാൻ കണ്ടിന്യൂസ് കാൽസ്യം എടുത്തിട്ടുണ്ടാവും. ഞാൻ വാക്കിംഗ് വുമൺ ആയിരുന്നു. അപ്പൊ എനിക്ക് ഈ മരുന്ന് കഴിക്കൽ ഭയങ്കര മടിയുള്ള കാര്യം. നോർമലി നമ്മൾ പറയുന്നത് ഒരു 3 മാസം വരെ അയൺ ഗുളിക എടുക്കുക. ഫീഡിങ് ടൈം 6 മാസം വരെ കാൽസ്യത്തിന്റെ ഗുളികകൾ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസികൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കാം. അല്ലാതെ നമുക്ക് ഈ കാൽസ്യം അയണും കഴിക്കാമോ 6 monthsന് ശേഷം? കാൽസ്യം കഴിച്ചോളൂ, കുഴപ്പമില്ല. അയൺ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഹീമോഗ്ലോബിനൊക്കെ നോർമൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കഴിക്കേണ്ട ആവശ്യമില്ല. കാൽസ്യം കഴിക്കാം, കുഴപ്പമില്ല. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ നമ്മൾ ട്യൂബുലർ പ്രഗ്നൻസിയെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ട്യൂബിൽ പ്രഗ്നൻസി വരുന്നതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഒന്ന് സ്പോട്ടിംഗ് ആയിട്ട് ചെറിയ ചെറിയ ബ്ലീഡിങ് വരാം ചിലർക്ക് വയറുവേദനയായിട്ട് വരാം, ചിലർക്ക് തലകറക്കം, ക്ഷീണം അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ആദ്യത്തെ മാസങ്ങളിൽ നമ്മുടെ യൂട്രസിൻ്റെ അകത്ത് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത് വരെ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. ചിലർക്ക് യൂട്രസിൻ്റെ അകത്തും ട്യൂബിലും ഒക്കെ ഒരുമിച്ചൊക്കെ വരാറുണ്ട്.
വളരെ റെയർ കണ്ടീഷനുകളിലൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും എപ്പോഴും നമുക്കൊരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ബ്ലീഡിങ്, പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ട് സ്കാനിങ് ഒക്കെ എടുത്ത് കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തിയിരിക്കണം. ഈ ബ്ലീഡിങ് കാരണം കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം വരാറുണ്ടോ? ചിലർക്ക് വരാറുണ്ട്. കാരണം ഈ ആദ്യത്തെ മാസങ്ങളിൽ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ ബ്ലീഡിങ്, നമ്മൾ അവരെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവരുടെ സ്കാനിങ് ഒക്കെ എടുത്ത് നോക്കുമ്പം കുഞ്ഞിന് ചുറ്റും വലിയ രക്തക്കട്ടകൾ, ബ്ലഡ് ക്ലോട്ടുകളൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരുടെ മെയിൻ ഒരു റിസ്ക് എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒരു സമയം അവരങ്ങ് വിത്ത്സ്റ്റാൻഡ് ചെയ്തു പോകും. പക്ഷേ അവരുടെ കുഞ്ഞിനെ, അങ്ങനെയുള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വളർച്ചക്കുറവ് ഒരു 7 മാസം 8 മാസമൊക്കെ ആകുമ്പോൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ മാസം തികയാതെ പെയിൻ വരാനുള്ള സാധ്യതകളും കുറച്ച് കൂടുതലാണ്. പിന്നെ ചിലർക്ക് നല്ലൊരു ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അതിപ്പം ആദ്യത്തെ 3 മാസം ആകണമെന്നില്ല, അതിനുശേഷവും 5 മാസത്തിലോ 6 മാസത്തിലോ ഒക്കെ പ്രസവവേദന വന്നതായിട്ടും കാണാറുണ്ട്. ഈ മെഡിസിൻസ് കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യാൻ മാർഗങ്ങൾ? മെഡിസിൻ കൊണ്ട് നമുക്ക് അങ്ങനെ ഭയങ്കര ഒരു ഹെവി ബ്ലീഡിംഗ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മെഡിസിനൊക്കെ കൊടുത്ത് നമുക്ക് ബ്ലീഡിങ് പയ്യെ ഒന്ന് കൺട്രോൾ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഇതിനൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ബേസിക്കലി നമ്മുടെ ഒരു പ്രഗ്നൻസി ഹെൽത്തി പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലീഡിങ് വരേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞതിൻ്റെ അർത്ഥം ഐതർ അതൊരു അബോഷനിലോട്ട് പോകാനുള്ളതോ അല്ലെങ്കിൽ ആ പ്രഗ്നൻസിയിൽ കുറച്ച് ഹോർമോൺ സപ്പോർട്ട് കുറവുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് ഹെൽത്തി അല്ലാത്ത ഒരു ബേബി ആയിരിക്കാം. ചില പ്രഗ്നൻസികൾ നമ്മൾ കാണാറുണ്ട് മിസ്ഡ് അബോഷൻ എന്ന് പറയും. അതായത് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ഇപ്പം 6 ആഴ്ചയിൽ വന്ന് സ്കാൻ ചെയ്ത് പോയ ഒരു ഗർഭിണി 10 ആഴ്ചയിൽ ചെക്കപ്പിന് വന്ന് നമ്മൾ ഹാർട്ട് ബീറ്റ് നോക്കുമ്പോൾ ചിലപ്പം ഹാർട്ട് ബീറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ എല്ലാവരും പലപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് എന്നുള്ളത്. അത് ആ കുഞ്ഞ് ഹെൽത്തി അല്ല, കുഞ്ഞ് എന്തെങ്കിലും ജനിതക വൈകല്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള ഒരു പ്രശ്നമുള്ള കുഞ്ഞായിരിക്കണം. ചിലർ പെട്ടെന്നൊരു ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതൊക്കെ കുഞ്ഞിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബി, ആ ബേബിക്ക് വളരാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റും, അത് കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ഗർഭപാത്രമാണ്. പിന്നെ ആ കുഞ്ഞിനെയും ഗർഭപാത്രത്തെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ പുക്കിൾക്കൊടി എന്നൊക്കെ പറയത്തില്ലേ, പുക്കിൾക്കൊടി മറുപിള്ള എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമേ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസിയും അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബിയും ഉണ്ടാവുകയുള്ളൂ. ഇപ്പം ആദ്യത്തെ പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് ഉണ്ടായി, അപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസിയിലും അതങ്ങനെ ഒരു ചാൻസ് ഉണ്ടാവും? അതായത് ചിലർക്ക് ഇങ്ങനെ പറയാറുണ്ട് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരുന്നു, അപ്പം ഇനി ഈ പ്രഗ്നൻസിയിൽ ഒരു കോൾ വെയിറ്റിംഗ് ഉണ്ട്. ഹലോ ഹലോ, എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ, ഞാൻ കോട്ടയം. പേര് പറയാമോ? ഐശ്വര്യ. ഐശ്വര്യ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ, പറഞ്ഞോളൂ ഐശ്വര്യ. ഡോക്ടർ, ഞാൻ എന്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു, കുഞ്ഞിന് 1 വയസ്സൊക്കെ ആയേ. അപ്പം പ്രഗ്നൻസി ടൈമില് ഇന്റേണൽ ബ്ലീഡിങ് കാണിച്ചായിരുന്നു, അതായത് സ്കാനിങ്ങിലൊക്കെ. ഓക്കെ. പക്ഷെ കുഴപ്പമില്ല, നോർമൽ ഡെലിവറി ഒക്കെ നടക്കും. കുഞ്ഞ് ഇപ്പൊ ഹെൽത്തിയാണ്, കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല. എത്ര മാസത്തിലാണ് ബ്ലീഡിങ് വന്നത്? 3 മന്ത്സില് 2 തവണ കാണിച്ചപ്പോ ഇന്റേണൽ ബ്ലീഡിങ് കാണിച്ചത്, 2 സ്കാനിങ്ങില്. ഓക്കെ. പിന്നെ അത് കുഴപ്പമില്ല, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് അത് മാറിപ്പോയി. ഇപ്പോഴും കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം വരുമോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ഇല്ല, അത് പേടിക്കണ്ട കേട്ടോ. അത് നമ്മൾ ആ സമയത്തുള്ളത് കുഞ്ഞുമായിട്ട് അത്ര ബന്ധം വരുന്നില്ല. കുഞ്ഞിന് മെയിനായിട്ട് കുഞ്ഞിൻ്റെ അവയവങ്ങൾ ഒക്കെ കറക്റ്റായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്, വേറെ വൈകല്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ജനിച്ചു കഴിഞ്ഞ പീഡിയാട്രിഷ്യനൊക്കെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ബ്ലീഡിങ് വന്നു എന്ന് വിചാരിച്ച് കുഞ്ഞിന് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. 2 സ്കാനിങ്ങിൽ അങ്ങനെ കാണിച്ചു, അത് കഴിഞ്ഞ് പിന്നെ കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഇരുന്നാലുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പം കുഞ്ഞുങ്ങൾ മാസം തികയാതെയൊക്കെ ഡെലിവറി ആകാനുള്ള റിസ്കേ കൂടുതലായിട്ട് വരുന്നത് കേട്ടോ. കുഞ്ഞിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്, അങ്ങനെ കാണാറില്ല. ഇപ്പോഴും ആ ഒരു ടെൻഷൻ ഇങ്ങനെ കിടക്കും, ഇന്റേണൽ ബ്ലീഡിങ് കാണിച്ചല്ലോ എന്നുള്ള. ഇല്ല, അത് പേടിക്കേണ്ട ആവശ്യമില്ല, അത് ഒരു കുഴപ്പവും വരത്തില്ല. കുട്ടി ഓക്കെയാണ്. ഓക്കെ. ബർത്ത് വെയിറ്റ് ഒക്കെ നോർമൽ അല്ലായിരുന്നോ ജനിച്ചപ്പോൾ ഉള്ള വെയിറ്റ് ഒക്കെ? 3,500 അങ്ങനെ സമയം ഉണ്ടായിരുന്നു. കുഴപ്പങ്ങളൊന്നും വരത്തില്ല കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പോൾ ഡോക്ടർ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പ്രഗ്നൻസിയിൽ രണ്ടാമത്തെ ആദ്യത്തെ പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് വന്നു എന്ന് വിചാരിച്ച് പിന്നത്തെ പ്രഗ്നൻസിയിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ചില പ്രഗ്നൻസികളിൽ സിസേറിയൻ ഒക്കെ ഉള്ളവരുണ്ടാവും. സിസേറിയനായിട്ട് പിന്നത്തെ അടുത്ത പ്രഗ്നൻസിയിലോട്ട് പോകുമ്പം ഈ പഴയ സിസേറിയൻ്റെ സ്റ്റിച്ചിൽ വന്ന് ഈ പറഞ്ഞ മറുപിള്ള ഒട്ടാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം യൂട്രസിൽ ഓൾറെഡി ഒരു രക്തം ഓട്ടം കുറഞ്ഞ ഒരു ഏരിയ വരുമ്പം ആ ഭാഗത്തോട്ട് ചെന്ന് ഈ മറുപിള്ളയ്ക്ക് ഒട്ടാനുള്ള ഒരു സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്ത പ്രഗ്നൻസിയിൽ സിസേറിയനുള്ള ഗർഭിണികളാണെന്നുണ്ടെങ്കിൽ അവർ നെക്സ്റ്റ് ടൈം പ്രഗ്നൻ്റ് ആകുമ്പം അവർക്ക് ഈ പ്ലാസൻ്റെ താഴെ വരാനും അപ്പം അത് കാരണമുള്ള ബ്ലീഡിങ്ങുകൾ കൂടുതൽ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആദ്യത്തെ മാസങ്ങളിലെ ബ്ലീഡിങ് ആദ്യത്തെ പ്രഗ്നൻസി ആയിട്ടുള്ള ബന്ധമൊക്കെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്.
വന്നേക്കാം. പക്ഷേ അതുകൊണ്ടാണ് ആദ്യത്തിൽ വന്നതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ബ്ലീഡിങ് വന്നാൽ നമുക്ക് ഈ പ്രഗ്നൻസി ഹോർമോൺസിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ, ടാബ്ലറ്റുകൾ, സപ്പോസിറ്ററികൾ, ഇഞ്ചെക്ഷൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വരെ ഈ ബ്ലീഡിങ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഹലോ, ആരാ സംസാരിക്കുന്നത്? എന്റെ പേര് അഞ്ജന എന്നാണ്. എവിടെ നിന്ന് വിളിക്കുന്നു? ട്രിവാൻഡ്രം പാറശാലയിൽ നിന്നായിരുന്നു. ടിവിയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കാമോ? എന്നിട്ട് ഫോണിൽ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ അഞ്ജന. ഡോക്ടറെ, ഞാൻ ഇപ്പോ പ്രഗ്നന്റ് ആയിട്ട് ഒരു 1 വീക്ക് 1.5 മാസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് മിക്സ്ഡ് അബോർഷൻ എന്ന് ആയിരുന്നു. അപ്പൊ രക്തസ്രാവമായിട്ടായിരുന്നു, ബ്ലീഡിങ് ആയിരുന്നു എനിക്ക് വന്നിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞിടാ. ഇപ്പൊ എനിക്ക് 3 വീക്ക് കഴിഞ്ഞിട്ട് പാത്തോളജി ഡിപ്പാർട്ട്മെന്റ് പോകാനും പറഞ്ഞിട്ടുണ്ട്. എവിടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്? പാത്തോളജി. ഓക്കെ. പരിശോധനയ്ക്ക് വിട്ടിരുന്നു അബോർഷൻ ആയ സമയത്ത്? അതെ. അത് എന്തിനാണെന്ന് അറിയത്തില്ല. അപ്പൊ എനിക്ക് ബ്ലീഡിങ് വരാൻ കാരണം ഹാർട്ട് ബീറ്റ് ഇല്ല എന്നാ പറഞ്ഞത്. കൊച്ചിന് വളർച്ചയില്ല. 9 വീക്സ് ആയി എന്റെ പ്രഗ്നൻസി തുടങ്ങിയിട്ട്. പക്ഷെ ഒരു 1.5 മാസം ആയപ്പോഴും കൊച്ചിന് വളർച്ചയില്ല, ബ്ലീഡിങ് ആയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്. അതിനെ കുറിച്ച് സ്കാനിങ് ചെയ്തപ്പോ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ടായിരുന്നോ ആദ്യം ചെയ്തപ്പം? 9 ആഴ്ചയിൽ ചെയ്തപ്പോ? കേട്ടില്ല. 9 ആഴ്ചയിൽ അല്ലെ പ്രഗ്നൻസി കണ്ടുപിടിച്ചെന്ന് പറഞ്ഞത്? എനിക്ക് കാണിച്ചു തരുന്നത് 9 വീക്ക് ആയിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ള. പക്ഷെ 1.5 മാസത്തിന്റെ വളർച്ചയേ ഉള്ളൂ എന്നുള്ളത്. അപ്പൊ ആ സമയത്ത് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നോ കുഞ്ഞിന്? ഇല്ല, ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. ബ്ലീഡിങ് തുടങ്ങിയത്. ഓക്കെ. പിന്നെ നമുക്ക് ആദ്യത്തെ മാസങ്ങളിൽ ഇങ്ങനെ വളർച്ചയില്ലാതെ വരുന്നതും ബ്ലീഡിങ് ഒക്കെ വരുന്നതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നത് ജനറ്റിക് പ്രശ്നങ്ങൾ, അതായത് ക്രോമസോമൽ അനോമലീസ് എന്ന് പറയുന്നത് ജനിതക പ്രശ്നങ്ങൾ. കുഞ്ഞിന് എന്തെങ്കിലും ജനറ്റിക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലാണ് കുഞ്ഞിന് വളർച്ചയില്ലാതെ വരുന്നത്. അപ്പോൾ അതുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിശോധനയ്ക്ക് നമ്മൾ പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വിടുന്നത്. അപ്പോൾ അവരത് പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുള്ളതാണോ, പിന്നെ അതിൻ്റെ നമ്മൾ കാരിയോടൈപ്പിംഗ് എന്നൊക്കെ പറയും, കുഞ്ഞിൻ്റെ ജനിതക ഘടന പരിശോധിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന് വിടാവുന്നതാണ്. അത് കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ടെസ്റ്റിങ്ങിന് വിടുന്നത്. ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്നോ? തൈറോയിഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, തൈറോയിഡോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അടുത്ത പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഫോളിക് ആസിഡ് ഒക്കെ എടുത്ത് തൈറോയിഡ്, ഷുഗർ, ബാക്കി ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമൽ ആണെന്ന് നോക്കിയിട്ട്. ബ്ലഡ് കൗണ്ട് കുറവായിരുന്നു, എനിക്ക് 7.8 ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് എല്ലാം ശരിയാക്കിയിട്ട് വേണം അടുത്ത പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോഴത്തെ റിപ്പോർട്ടിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ എന്തെങ്കിലും വേണമെങ്കിലും ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. ഈ ജനറ്റിക് ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾ, അപ്പോൾ വീണ്ടും ഉള്ള പ്രഗ്നൻസിക്ക് അത് വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് 2-3 തവണയൊക്കെ ജനറ്റിക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത് കണ്ടുപിടിക്കണം എന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ അബോർഷൻ ആകുന്ന കുഞ്ഞിൻ്റെ ഭാഗങ്ങളെടുത്ത് പരിശോധനയ്ക്ക്, ജനറ്റിക് പരിശോധനയ്ക്ക് വിടും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു അബ്നോർമലായിട്ട് കാണുവാണെങ്കിൽ കുഞ്ഞിൻ്റെ പേരൻസ്, ഫാദറിനെയും മദറിനെയും അവരുടെ ജനറ്റിക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക ജനറ്റിക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ട് IVF ഒക്കെ പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്, IVF ട്രീറ്റ്മെൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന ജനിതക പ്രശ്നം ആ കുഞ്ഞിനുണ്ടോ, ഇല്ലാത്ത കുഞ്ഞിനെ നോക്കി നമുക്ക് ഗർഭപാത്രത്തിലേക്ക് വെക്കാനൊക്കെ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വേറെ ഏതൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഡോക്ടർ ഈ ബ്ലീഡിങ് കാരണം ഉണ്ടാവാൻ ചാൻസ്? അതായത് നമുക്ക് ഈ ഡെലിവറി ഡേറ്റിനോട് അടുക്കുന്ന സമയത്താണ് പിന്നീട് കോംപ്ലിക്കേഷൻസ്, ബ്ലീഡിംഗ് ഒക്കെ വരുന്ന പ്രഗ്നൻറ്റ് ലേഡീസിന് വരാറുള്ളത്. പ്രത്യേകിച്ച് പ്ലാസൻ്റയുടെ പൊസിഷനൊക്കെ അബ്നോർമൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പെയിൻ വരാം. ഇപ്പോൾ ഒരു ഹെവി ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്ലീഡിങ് ഹെവി ആയി കഴിഞ്ഞാൽ കുഞ്ഞിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എമർജൻസി ആയിട്ട് അവർ ഡെലിവറി ചെയ്യിപ്പിക്കേണ്ടി വരും. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ഡേറ്റ്, നമ്മുടെ നോർമൽ ഒരു പ്രഗ്നൻസി എന്ന് പറയുന്നത് 9 മാസം പൂർത്തിയാവുന്ന, അതായത് 40 ആഴ്ച ആകുമ്പോഴാണ് നോർമൽ ഒരു പ്രഗ്നൻസിയുടെ ഒരു ഡ്യൂറേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അതിന് 37 ആഴ്ച തൊട്ട് 40 ആഴ്ച വരെ കുഞ്ഞിന് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. 37 ആഴ്ചയ്ക്ക് മുൻപ് ഡെലിവറി നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു പ്രീടേം ആണ്, അതായത് പ്രീമച്വറായിട്ട് ഉണ്ടാകുന്ന ഒരു ബേബിയാണ്. അങ്ങനെയുള്ള ബേബീസിന് വെയിറ്റ് കുറവായിരിക്കും, അവർക്ക് ശ്വാസമുട്ടൽ വരാനുള്ള സാധ്യതകളുണ്ട്, ICUവിൽ വെക്കേണ്ട കുഴപ്പങ്ങൾ വരാം, ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ചില ബേബീസിനൊക്കെ അത് കുറച്ച് സിവിയർ ആകാറുണ്ട്. അപ്പോൾ ബേബിയുടെ ആരോഗ്യത്തെ അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മദറിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പ്ലാസൻ്റെയൊക്കെ താഴെയാണ് അല്ലെങ്കിൽ പ്ലാസൻ്റ വിട്ടുപോയി, ചിലർക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ബ്ലീഡിങ് വരുന്നവർക്ക്
ഡെലിവറി കഴിഞ്ഞ് കൂടുതൽ ബ്ലീഡിങ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പേ അവർക്ക് എന്തെങ്കിലും രക്തക്കുറവുള്ള അമ്മമാരാണെങ്കിൽ പോലും ആ സമയത്ത് ബ്ലീഡിങ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നോർമൽ ഡെലിവറി ഒക്കെ ഉള്ളവരാണെങ്കിൽ ചിലർക്ക് അവർക്കൊരു ഓപ്പറേഷനിലോട്ട് പോകേണ്ടി വരാം. അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എന്താ പറയുക എക്സ്പേർട്ടായിട്ടുള്ള എക്സ്പേർട്സ് ചെയ്യുന്ന സർജറികൾ ബ്ലീഡിങ് നിർത്താൻ വേണ്ടിയിട്ടുള്ളത്, ചില രക്തക്കൊള്ളികളൊക്കെ നമുക്ക് കെട്ടിവെക്കുക, അങ്ങനത്തെ പല കോംപ്ലിക്കേഷൻസിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ മദറിന് കൂടുതലായിട്ട് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അവരുടെ രക്തം കുറയും, ശ്വാസം മുട്ടൽ വരും, പിന്നെ ICUലൊക്കെ അവർ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ കോംപ്ലിക്കേഷൻസും അത് ഡെലിവറി കഴിഞ്ഞിട്ടും അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, ഈ ബ്ലീഡിങ് കാരണം പ്രഗ്നന്റ് ലേഡീസിന് ബ്ലഡ് കൊടുക്കേണ്ടതായിട്ടൊരവസ്ഥ വരാറുണ്ട്. ചിലർക്ക് ഭയങ്കരമായിട്ട് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ വേണ്ടി വരും. നോർമലി തന്നെ പ്രഗ്നൻസിയിൽ രക്തക്കുറവ് വരാറുണ്ട്. നോർമലായിട്ട് ഒരു 11 ഗ്രാമൊക്കെയാണ് വേണ്ടതെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്ന എല്ലാ സ്ത്രീകളിലും 1 ഗ്രാം കുറയും, 10 മിനിമം ആകും. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്നൊരു ബ്ലീഡിംഗ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് 7-8 ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലീഡിങ് നിൽക്കാതെയൊക്കെ വരുന്ന അവസ്ഥകളുണ്ട്, ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാം. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും നമുക്ക് രക്തം അടയ്ക്കേണ്ടത്. ബ്ലീഡിങ് കാരണം തലകറക്കം സൂക്ഷിക്കേണ്ട എന്തെങ്കിലും കാരണം? അതായത് ബ്ലീഡിങ് വരുന്ന സ്ത്രീകളിൽ ചിലർക്ക് രക്തക്കുറവുള്ള സ്ത്രീകളുണ്ടാവും. രക്തക്കുറവുള്ള സ്ത്രീകൾക്ക് ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ചിലപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ തലകറക്കം, ക്ഷീണം, കിതപ്പ്, പെട്ടെന്ന് ശ്വാസം മുട്ടുക, ഒരു 2-3 സ്റ്റെപ്പ്, നേരത്തെ ഒരു 10 സ്റ്റെപ്പ് ഒരുമിച്ച് കയറിയിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 സ്റ്റെപ്പ് കയറുമ്പോഴേ അവർക്ക് കിതപ്പ് വരുന്നു, തീരെ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മൾ ഹീമോഗ്ലോബിൻ ചെക്ക് ചെയ്യാനും രക്തമൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്. ഡോക്ടർ പറഞ്ഞ പോലെ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് ബിഫോർ പ്രഗ്നൻസി നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ളത്? അതെല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ആദ്യം തന്നെ ഒരു പ്രായമുണ്ട് പ്രഗ്നൻസി ആകുന്നതിൻ്റെ. ഒരു സംശയം ചോദിച്ചോട്ടെ, ഒരു ഐഡിയൽ പ്രായം ഏതായിരിക്കും? ഐഡിയൽ പ്രായം എന്ന് പറയുന്നത് ഒരു 30 വയസ്സിന് താഴെയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ അങ്ങനെ ഒന്നും നമുക്ക് പ്രാക്ടിക്കലി പലർക്കും നടക്കത്തില്ല. അവരുടെ ജോലിയും കരിയറും ഒക്കെ കാരണം പലർക്കും 30 ഇയേഴ്സ് കഴിയുമ്പോഴാണ് മാരേജിനെ പറ്റി തന്നെ ആലോചിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 25 to 30 ഇയേഴ്സാണ് പ്രഗ്നൻസിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നത്. എന്നാൽ 35 വരെയും വലിയ കുഴപ്പമില്ല. 30 to 35 പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യതകൾ കുറച്ച് കുറഞ്ഞു വരും. അതുപോലെ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ അബോർഷനിലോട്ട് പോകാനുള്ള, ഈ പറഞ്ഞ പോലെ വളർച്ചയില്ലാത്ത പ്രഗ്നൻസി അങ്ങനെയൊക്കെ പോകാനുള്ള സാധ്യതകളും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു 35 ഇയേഴ്സിന് താഴെ നമ്മൾ പ്രഗ്നൻസി ആകാനായിട്ട് ശ്രദ്ധിക്കുക. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 35 ഇയേഴ്സൊക്കെ ആയിട്ടുള്ള 35 വയസ്സിലാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ ഇനി ഒരു വർഷം കഴിയട്ടെ എന്നൊന്നും അവരെങ്ങനെ വിചാരിക്കരുത്. അവരൊരു 6 മാസം പ്രഗ്നൻസിക്ക് നോക്കിയിട്ട് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കേണ്ടി വന്നേക്കാം. അപ്പോൾ ഐഡിയലി ഒരു 3 മാസം മുന്നേ തൊട്ട് നമ്മൾ ഈ പ്രീനേറ്റൽ വൈറ്റമിൻസ് ഉണ്ട്, അതായത് ഫോളിക് ആസിഡൊക്കെ പോലെയുള്ള ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കണം. അത് കുഞ്ഞിന് എന്തെങ്കിലും നട്ടെല്ലിലൊക്കെ വരാവുന്ന പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനും ഹെൽത്തി ആയിട്ടുള്ള പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയാണ് ഫോളിക് ആസിഡ് എന്ന് പറയുന്ന ടാബ്ലറ്റ് നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. നോർമൽ ഡോസ് എടുത്താൽ മതിയാവും. പക്ഷേ ചില ഷുഗർ ഉള്ളവർ, നേരത്തെ എന്തെങ്കിലും കുഞ്ഞിന് വൈകല്യങ്ങൾ വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ ഫിറ്റ്സിൻ്റെ അസുഖമൊക്കെ ഉള്ളവർ, അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരവരുടെ ഡോക്ടറെ പ്രഗ്നൻ്റ് ആകുന്നതിന് ഒരു 3 മാസം മുൻപേ കണ്ട് അവരെന്തെങ്കിലും മെഡിസിൻസ് അവർ പ്രഗ്നൻസിയിൽ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസിയിൽ സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് ആണോ എന്നുള്ളത് അവർ ഉറപ്പ് വരുത്തി ആ മെഡിസിൻസിലോട്ട് അവർ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പീരീഡ്സൊക്കെ കറക്റ്റ് അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരുടെ പീരീഡൊക്കെ കറക്റ്റ് ആക്കുക. പിന്നെ ഓവർ വെയ്റ്റ്, ഇപ്പോൾ നമുക്ക് പൊതുവേ സ്ത്രീകളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് ഓവർ വെയ്റ്റ് അല്ലെ, ഒബീസിറ്റി ഒക്കെ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എന്റെ പേര് ഷിനി എന്നാണ്. ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്നത്? ഞാനിവിടെ 4-5 വിളിക്കുന്നത്. ആയിക്കോട്ടെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടറെ, എന്റെ പേര് ഷിനി എന്നാണ്. ഞാനിവിടെ 4-5 പരുത്തിപ്പാറയെന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ 2 തവണ IVF ചെയ്തായിരുന്നു. ഓക്കെ. അപ്പൊ ആദ്യ തവണ ചെയ്ത് ഒരു 2 മാസം ഇപ്പോഴേക്കും ബ്ലീഡിങ് ആയിട്ട് അത് പോയി. പിന്നെ രണ്ടാമത്തെ തവണ 4-ാമത്തെ മാസത്തിലാണ് ഇങ്ങനെ പോയത്. ഓക്കെ, 4 മാസം വരെയുള്ള വളർച്ചയൊക്കെ നോർമൽ ആയിരുന്നോ? കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞു എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ 2 തവണ ഉണ്ട്. അപ്പൊ ഇനി അടുത്ത് നമ്മൾ IVF ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? ഷിനിയുടെ പ്രായം എത്രയാണ്? 28. IVF ചെയ്യാനുള്ള കാര്യം എന്തായിരുന്നു? IVF ചെയ്യാൻ ഹസ്ബൻഡിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ. ഓക്കെ. അപ്പോൾ ഈ 4-ാം മാസം വരെ പോയ പ്രഗ്നൻസിയിൽ 3-ാം മാസത്തിലുള്ള NT സ്കാനിങ് ഒക്കെ എടുത്തായിരുന്നോ? എല്ലാം എടുത്തായിരുന്നു. അതിൽ വലിയ പ്രശ്നമൊന്നും പറഞ്ഞില്ല. റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഇത് വേദന വന്നു പോവാണോ ചെയ്തത്? അതെ, വേദന വന്നായിരുന്നു. അങ്ങനെ കൊണ്ടുപോയിട്ട്. ഓക്കെ. ഈ 3-ാം മാസത്തിലെ സ്കാനിങ്ങിൽ എന്തെങ്കിലും യൂട്രസിന്റെ നീളക്കുറവ്, സർവിക്സിന്റെ ലെങ്ത് കുറവെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ലെങ്ത് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ച് ഇട്ടിരുന്നോ?
എത്ര സ്റ്റിച്ച് അത് ഇല്ല, ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ചെയ്തിട്ടില്ലായിരുന്നല്ലേ? ഇല്ല ഇല്ല. ഓക്കെ. അപ്പം ഈ 4-ാം മാസത്തിലൊക്കെ വരുന്ന ഈ പ്രഗ്നൻസി ലോസിൻ്റെ പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് ചിലരുടെ സർവിക്സിൻ്റെ ലെങ്ത് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് 4-ാം മാസത്തിലൊക്കെ അബോർഷൻ ആയിട്ടുള്ളവർ അടുത്ത പ്രഗ്നൻ്റ് ആകുമ്പം ഒരു 3 മാസം 12 ആഴ്ചയിലൊക്കെ തന്നെ സർവിക്സിൻ്റെ ലെങ്ത് നോർമൽ ആണെങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റിച്ച് ഇടുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ നോർമലുള്ള പ്രഗ്നൻസി പോലെയല്ല, കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ആദ്യത്തെ എത്രാമത്തെ മാസത്തിലായിരുന്നു? ആദ്യത്തെ 3 കഴിഞ്ഞപ്പോ. അതും ബ്ലീഡിംഗ് ആയിട്ടാണോ പോയത്? അതെ അതെ, അത് ഇങ്ങനെ ബ്ലീഡിംഗ് ആയിട്ടാണ് പോയത്. ഓക്കെ. അപ്പം നിർബന്ധമായിട്ട് അടുത്ത പ്രഗ്നൻസിക്ക് സ്റ്റിച്ച് ഇടുന്നത് തന്നെയാണ് നല്ലത്. സ്റ്റിച്ച് ഇട്ടിട്ട് പ്രഗ്നൻസിക്ക് നോക്കാവുന്നതാണ്. ഏജ് 28 മാത്രം ഉള്ളതുകൊണ്ട് സക്സസ് ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ 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 ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പം നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പുള്ള പ്രിക്കോഷണറി മെഷേഴ്സിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് നോർമലി വെയിറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് തന്നെ അവർ വെയിറ്റ് ഒന്ന് കുറയ്ക്കണം. നോർമലി നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് നമ്മൾ പറയത്തില്ല, നമ്മളതിന് ബോഡി മാസ് ഇൻഡെക്സ് BMI എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ആണോ നമുക്കുള്ളതെന്ന് നോക്കിയിട്ട്, കാരണം ഈ പ്രഗ്നൻസിയിൽ തന്നെ ഇവർക്ക് വെയിറ്റ് ഗെയിൻ വരും. അതുകൂടാതെ തന്നെ ഈ പ്രഗ്നൻസിയിലെ കോംപ്ലിക്കേഷൻസ്, ഷുഗർ, BP അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ വെയിറ്റ് കൂടിയവർക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ നോർമൽ ഡെലിവറി നടക്കാനുള്ള സാധ്യതകൾ കുറവാണ് വെയിറ്റ് കൂടിക്കഴിഞ്ഞ്. അപ്പോൾ എപ്പോഴും പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ വെയിറ്റ് കറക്റ്റ് ആയിരിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ മെഡിസിൻസ് എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യണം. ഹെൽത്തി ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ ഒത്തിരി കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയറ്റിൽ കൂടുതലായിട്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയുള്ള ഫ്രൂട്ട്സൊക്കെ കൂടുതലായിട്ട് പ്രോട്ടീനൊക്കെ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ പ്രഗ്നൻ്റ് ആയ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ പോയി കാണുക. എന്തെങ്കിലും പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്നുള്ളത്, നമുക്ക് പല കോംപ്ലിക്കേഷൻസും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നേരത്തെ തന്നെ നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. ഓക്കെ. അപ്പം ഈ ടെസ്റ്റുകൾ എടുക്കുമ്പം നമുക്ക് ഒരുപാട് ഈ പ്രഗ്നൻസി സമയത്ത് ഒരുപാട് ഭയം ഓൾറെഡി കാണുമല്ലോ. അപ്പോൾ ഈ സ്ട്രെസ് കൊണ്ട് ഇങ്ങനത്തെ ബ്ലീഡിങ് അങ്ങനെ ചിലർക്ക് വരാറുണ്ട്. ഭയങ്കരമായിട്ട് ടെൻഷനുള്ളവർ, പലതവണ അബോർഷൻ വന്നിട്ടുള്ളവർ, അല്ലെങ്കിൽ ഒത്തിരി വർഷം കൂടി കൺസീവ് ആവുന്നവർ, ജോലിയിലെ സ്ട്രെസ് ഉള്ളവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു സ്ട്രെസ് വന്നുകഴിയുമ്പോൾ നമ്മുടെ ബോഡിയിലെ ഹോർമോണൽ ബാലൻസിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പം ശരിക്കും അതിൽ കാര്യം തന്നെയുണ്ട്. സ്ട്രെസ് കൂടുതലായിട്ട്, അത് ഫിസിക്കൽ സ്ട്രെസ് ആയാലും നമ്മുടെ മെൻ്റൽ സ്ട്രെസ് ആയാലും, രണ്ട് സ്ട്രെസ്സും കാരണം ബ്ലീഡിംഗ് ഒക്കെ വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. ആദ്യത്തെ ട്രൈമസ്റ്റർ നന്നായിട്ട് റെസ്റ്റ്, ആദ്യത്തെ 3 മാസം പ്രത്യേകിച്ച് ഇങ്ങനെ ലോങ് ട്രാവലൊക്കെ ഉള്ളവരാണ്, എക്സസൈസ് ഭയങ്കരമായിട്ട് ഹെവി എക്സസൈസ് ഒക്കെ നേരത്തെ എക്സസൈസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു 3 months അവർക്ക് ചെയ്യാം. പക്ഷെ അതൊരു മോഡറേറ്റ് എക്സസൈസ് മാത്രമല്ല, നമ്മൾ ഭയങ്കര യോഗ ചെയ്യുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊന്ന് ലിമിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫസ്റ്റ് 3 months നോർമലായിട്ടുള്ള വർക്കൗട്ട് കുഴപ്പമില്ല, ഒരു വാക്കിങ്ങിന് പോകുന്നതും ചെറിയ ചെറിയ വർക്കൗട്ടുകളൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെ ഹെവി ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ 3 months കുറച്ചൊന്ന് ടോൺ ഡൗൺ ചെയ്യുന്നത് നല്ലതായിരിക്കും. അവസാനത്തെ 3 മാസം ആയിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു പീരീഡ്. ഒരു 28 ആഴ്ചയ്ക്ക് ശേഷം പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതൊക്കെ കുറവാണ്. പെയിൻ വരുന്നതായാലും ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരുന്നത് ഇപ്പോൾ വളരെ ഈ നേരത്തെ പറഞ്ഞ കണ്ടീഷൻസ്, അങ്ങനെ പ്ലാസൻ്റെ താഴെ ഇരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വളരെ റെയറായിട്ട് വരുന്ന പ്രശ്നങ്ങളുള്ളവർക്ക് മാത്രമേ അങ്ങനെ വരാറുള്ളൂ. അല്ലാത്തവർക്ക് 28 ആഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാം, എല്ലാ എക്സസൈസുകളും ചെയ്യാം. അതൊക്കെ ഒരു തരത്തിൽ അവർക്ക് ഡെലിവറീനെ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഭക്ഷണ ക്രമീകരണം ഈ സമയത്ത്, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും വെയിറ്റ് അനുസരിച്ചാണ് പ്രഗ്നൻസിയിൽ നമ്മൾ ഡയറ്റ് എത്ര വെയിറ്റ് കൂടണമെന്ന് പറയുന്നത്. ഒരുപാട് കഴിക്കുന്നതായിട്ട്, അതായത് പണ്ട് പറയും 2 പേർക്കുള്ളത് കഴിക്കണം, അങ്ങനെ ഇല്ല. നമ്മൾ കഴിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് കൂടുതൽ എടുക്കണം. അപ്പം നമ്മളൊരു പ്രഗ്നൻസിയിലൊരു വെയിറ്റ് ഗെയിൻ ഒരു കട്ട് ഓഫ് ഉണ്ട്. അതായത് നോർമൽ വെയിറ്റിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 10 തൊട്ട് ഒരു 12 കിലോ വരെ അവർക്ക് കൂടാം. ഓവർ വെയിറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർ 7 കിലോ വരെ കൂടാൻ പാടുള്ളൂ. അണ്ടർ വെയിറ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു 16 കിലോ വരെ കൂടാം. അത് ഓരോരുത്തരുടെയും കാര്യം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രഗ്നൻസിയിൽ എക്സ്ട്രാ ആയിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാലറീസ് ഉണ്ട്. ആ കാലറീസും പ്രോട്ടീൻസും അത് നോക്കി പോകാനായിട്ട് നോക്കിയാൽ മതി. ഓക്കെ. വേറെ എന്തെല്ലാം കോംപ്ലിക്കേഷൻസ് വരാം ഡോക്ടർ ഈ ബ്ലീഡിങ് കാരണം? ബ്ലീഡിങ് കാരണം നോർമലായിട്ട് ഈ ഡെലിവറിയുടെ ടൈമിലുള്ള കോംപ്ലിക്കേഷൻസ്, കുഞ്ഞിനുള്ള വളർച്ചക്കുറവ്, ആദ്യത്തെ മാസങ്ങളിലുള്ള അബോർഷൻ, അപ്പം അങ്ങനെയൊക്കെ വരുന്നവർക്ക് നമുക്ക് കൂടുതലായിട്ട് അടുത്ത പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നെയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ 3 മാസത്തിലൊരു 3-4 തവണ ഇങ്ങനെ ബ്ലീഡിംഗ് ആയി പോയവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പ്രത്യേകം ടെസ്റ്റുകൾ ചെയ്ത് നോക്കണം. അവരുടെ ബ്ലഡിലുള്ള പരിശോധനകളുണ്ട്, അവർക്ക് സ്പെഷ്യലായിട്ടുള്ള സ്കാനിങ്ങുകളുണ്ട്, ലാപ്രോസ്കോപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഇവരുടെ ഗർഭപാത്രത്തിൻ്റെ ഷേപ്പ് നോർമലാണോ, ഗർഭപാത്രത്തിൻ്റെ അകത്തെ ക്യാവിറ്റി നോർമലാണോ, എന്തെങ്കിലും മുഴകളുള്ള ഗർഭിണികൾക്കും
ചിലപ്പോൾ ബ്ലീഡിങ് വരാനുള്ള സാധ്യതയും അബോർഷനിലോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്, ഫൈബ്രോയിഡ് മുഴകളൊക്കെ ഉള്ളവർ. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ മുഴയൊക്കെ നീക്കം ചെയ്ത് ഇതിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ കാരണം കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രഗ്നൻ്റ് ആവാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ PCOD ഉള്ളവരൊക്കെ ആദ്യമേ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് വേണം പ്രഗ്നൻസിയിലോട്ട് പോകാൻ, അങ്ങനെയല്ലേ? അതായത് PCOD ഉള്ളവർക്ക് നോർമൽ സൈക്കിൾസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് കൺസീവ് ആകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവത്തില്ല. അപ്പോൾ PCOD ഒക്കെ ഉള്ളവർ 6 മാസം അവർ പ്രഗ്നൻ്റ് ആകാൻ നോക്കിയിട്ടും പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ്, അവർക്ക് നോർമലായിട്ട് എല്ലാ മാസവും എല്ലാ സ്ത്രീകൾക്കും വരുന്ന പോലെയുള്ള അണ്ടോൽപാദനം നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ അത് നടക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അവർ എടുത്തതിന് ശേഷം അവർക്ക് പ്രഗ്നൻസി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 6 മാസം വരെ അവർക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ടും ആകുന്നില്ലെങ്കിൽ കുറച്ച് കൂടിയ ട്രീറ്റ്മെൻറ്റ്സായ IVF പോലുള്ള ട്രീറ്റ്മെൻറ്റിലോട്ടൊക്കെ പോകേണ്ടി വരാം. ഓക്കെ. ഇപ്പോൾ സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ബ്ലീഡിങ്ങിനെ നമുക്ക് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഒരു പരിധി വരെ സാധിക്കും. കാരണം ഒന്ന്, കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മറുപലയുടെ പൊസിഷൻ നമ്മൾ ലൊക്കേഷൻ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത് സ്കാനിങ് വഴിയാണ്. പിന്നെ ചിലർക്ക് ഈ ഗർഭപാത്രം തുറന്നിരിക്കുന്നത്, സർവിക്സ് നമ്മൾ മുമ്പ് പറഞ്ഞത്, അതായത് ഗർഭപാത്രത്തിൻ്റെ നെക്ക്, അതായത് വായ്ഭാഗമാണ് ഈ സർവിക്സ് എന്ന് പറയുന്നത്, ഗർഭപാത്രം തുറന്നു വരുന്ന ഏരിയയ്ക്കാണ് പറയുന്നത്. അപ്പോൾ ചില ഗർഭിണികൾക്ക് അതിൻ്റെ നീളം കുറഞ്ഞിരിക്കാനും അത് നേരത്തെ നോർമലി ഡെലിവറിയുടെ ടൈമിലാണ് ഈ സർവിക്സ് ഓപ്പൺ ആകേണ്ടത്, അതിൽ മുൻപേ തുറന്നു വരുന്നത് നമുക്ക് സ്കാനിങ്ങിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ സ്റ്റിച്ച് ഇടുക, എൻസർക്ലാജ് എന്ന് പറയും, സ്റ്റിച്ച് ഇട്ട് റെസ്റ്റ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ, സ്റ്റിച്ച് ഇടുന്നത് വഴി അവർക്ക് അതിൻ്റെ ഗുണം കിട്ടാനുള്ള, അതായത് പ്രഗ്നൻസി നല്ല രീതിയിൽ മാസം എത്തുന്നതിന് മുൻപേ പെയിൻ വരുന്നതൊക്കെ നമുക്കൊരു പരിധി വരെ തടയാനായിട്ട് സാധിക്കും. ഓക്കെ. ഈ ട്യൂബുലർ പ്രഗ്നൻസിയിൽ ട്യൂബ് ബേസ്റ്റ് ചെയ്തൊക്കെ ഒരുപാട് ബ്ലീഡിങ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ സംഭവിക്കാറുണ്ട്? അങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് അതുകൊണ്ടാണ് നമ്മൾ പ്രഗ്നൻ്റ് ആയ ഉടനെ തന്നെ എന്തെങ്കിലും അസാധാരണമായ ലക്ഷണങ്ങൾ, ബ്ലീഡിങ്, വയറുവേദന, തലകറക്കം, എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണിക്കണമെന്ന് പറയുന്നത്. കാരണം ഡോക്ടറെ കാണിച്ച ശേഷം അത് പ്രഗ്നൻസിയുടെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ചിലപ്പോൾ ചിലരുണ്ട് ഈ രണ്ടാമതൊക്കെ പ്രഗ്നൻ്റ് ആകുന്നതിന് ചിലപ്പോൾ ആദ്യം പ്രഗ്നൻ്റ് ആയി എന്ന് അവരറിയത്തില്ല. ചിലർക്ക് പീരീഡ്സ് റെഗുലറായിട്ടൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് അവരറിയത്തില്ല. അപ്പം പെട്ടെന്നൊരു വയറുവേദനയും തലകറക്കമൊക്കെ വന്നാൽ മദർ കൊളാപ്സ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും പലരും അത് അറിയുന്നത്. ഇതെന്താ ട്യൂബിൽ പ്രഗ്നൻസി ഉള്ളപ്പോഴും പീരീഡ്സ് വരാം എന്നുള്ളതാണോ? പീരീഡ് വരത്തില്ല. ഇതിന് മുൻപ് അവർക്ക് വന്നിരുന്ന സൈക്കിളുകൾ ഇറഗുലർ ആയിരുന്നെന്നുണ്ടെങ്കിൽ ചിലർ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് കണ്ടുപിടിക്കാൻ കുറച്ച് ലേറ്റ് ആയിരിക്കും. അപ്പം അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ തലകറക്കവും അല്ലെങ്കിൽ പെട്ടെന്ന് വയ്യാതെയാവുകയും അങ്ങനെയൊക്കെ വന്ന് വയറുവേദനയൊക്കെ ആയിട്ട് വയറ് പെരുത്ത് വരികയും അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ നോക്കുന്ന സമയത്തായിരിക്കും ഈ ട്യൂബിലെ പ്രഗ്നൻസി, ട്യൂബ് എന്ന് പറയുന്നത് ചെറിയൊരു പൈപ്പ് പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിൽ ഒരു കുഞ്ഞിന് വളരാനുള്ള ഒരു സ്ഥലമില്ല. അപ്പോൾ ഒരു പരിധിക്കപ്പുറം വളർന്നു കഴിയുമ്പം അത് പൊട്ടിയിട്ടാണ് അത് ഭയങ്കര ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണത്. ഒത്തിരി ബ്ലീഡിങ് വരാനും അമ്മയുടെ ബ്ലഡ് ഒത്തിരി നഷ്ടപ്പെട്ടു പോകാനും പെട്ടെന്ന് നമ്മൾ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അമ്മയുടെ ജീവന് തന്നെ വളരെ ചലഞ്ചിങ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനാണത്. ഇപ്പോൾ സിസേറിയനും നോർമൽ ഡെലിവറിയും ഇതിനകത്ത് ബ്ലീഡിങ് ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? അതായത് ഈ മറുപിള്ള താഴെയുള്ള ഇവർക്ക് നമ്മൾ സിസേറിയൻ ചെയ്യുന്ന സമയത്ത് ബ്ലീഡിങ് കൂടുതലായിട്ട് കാണാറുണ്ട്. ചിലർക്ക് ഈ മറുപിള്ള താഴെ ഇരുന്നിട്ട് അത് ഗർഭപാത്രത്തിലോട്ട് ഒട്ടിയിരുന്ന് കഴിയുമ്പോൾ നോർമലി കുഞ്ഞ് ഡെലിവറി ചെയ്ത് കഴിയുമ്പോൾ മറുപിള്ളയും അതിൻ്റെ ഒപ്പം വരേണ്ടതാണ്. അങ്ങനെ വരാതെ ഇരുന്ന് കഴിയുമ്പോൾ ഗർഭപാത്രത്തിൽ ഒട്ടലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ബ്ലീഡിങ് വരും. ചിലർക്കത് ഗർഭപാത്രം എടുത്തു കളയേണ്ട അവസ്ഥ വരെ എത്തിച്ചേരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മറുപിള്ള താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ടുള്ള സ്കാനിങ്ങുകൾ വഴി മറുപിള്ളയുടെ പൊസിഷൻ എങ്ങനെയാണ്, അതതിന് ചുറ്റുമുള്ള അവയവങ്ങളിലോട്ടൊക്കെ അതിൻ്റെ ഇതൊരു എക്സ്റ്റെൻറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്രിക്കോഷൻസ് എടുത്തിട്ടായിരിക്കും നോർമലി അങ്ങനെയുള്ള ഒരാളെ സിസേറിയന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കും. ഇതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ദോഷം, അതായത് അമ്മയ്ക്ക് പെട്ടെന്ന് ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ കുഞ്ഞിനെ നമ്മൾ പുറത്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെയും അത് ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. കുഞ്ഞ് പെട്ടെന്ന് ശ്വാസമുട്ടൽ വരാനും കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കുറയാനും ഒക്കെയുള്ള ഓരോ കോംപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള രക്തസ്രാവമായിട്ട് ഡെലിവറി കഴിഞ്ഞിട്ടും രക്തസ്രാവം വരാം. പ്രത്യേകിച്ച് മറുപിള്ള ഒട്ടിയിരിക്കുന്നവർക്ക് ഈ ഗർഭപാത്രം ചുരുങ്ങാനൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് വന്നേക്കാം. ഫൈബ്രോയിഡ് ഉള്ളവർക്ക് ഗർഭപാത്രം ചുരുങ്ങാനുള്ള ബുദ്ധിമുട്ട് വന്നേക്കാം. പിന്നെ ചിലർ കുഞ്ഞിന് വലിപ്പം കൂടുതലാണെന്നുണ്ടെങ്കിലും ഗർഭപാത്രം ചുരുങ്ങാനൊക്കെ സമയമെടുക്കും. അങ്ങനെ ചുരുങ്ങി വന്നാലേ ആ രക്തക്കുഴലുകളും ചുരുങ്ങത്തുള്ളൂ. അത് ചുരുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ബ്ലീഡിങ് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരക്കാർക്ക് ഡെലിവറിക്ക് ശേഷവും നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ബ്ലീഡിങ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ തൈറോയിഡ് ഉള്ളവർക്ക് എക്സ്ട്രാ അങ്ങനെ എന്തെങ്കിലും കെയർ? ഇല്ല, തൈറോയിഡും ബ്ലീഡിങ്ങുമായിട്ട് ആദ്യത്തെ മാസങ്ങളിൽ ബന്ധമുണ്ട്.
ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളും കൂടെ ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത്. ഈ തൈറോയ്ഡ് ഹോർമോൺ ആദ്യത്തെ മാസങ്ങളിൽ പ്രഗ്നൻസിയുടെ ഒരു ഇൻഫ്ലുവൻസ് വളരെ കൂടുതലുള്ളൊരു ഹോർമോണാണ്. ആദ്യത്തെ 3 മാസങ്ങളിൽ കുഞ്ഞിൻ്റെ ബ്രെയിൻ വളർച്ച പ്രധാനമായിട്ടും മദറിൻ്റെ തൈറോയ്ഡ് ഹോർമോണിൽ നിന്നാണ് കിട്ടുന്നത്. കാരണം കുഞ്ഞിൻ്റെ തൈറോയ്ഡ് ഗ്രന്ഥി പ്രവർത്തിച്ച് വരുന്നത് ഒരു 12 ആഴ്ച തൊട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതുവരെ തൈറോയ്ഡ് ഹോർമോൺ കുഞ്ഞിന് കിട്ടുന്നത് അമ്മയിൽ നിന്നാണ്. അപ്പോൾ അമ്മയുടെ ഹോർമോൺ ലെവൽ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, അതായത് കുഞ്ഞ് ജനിച്ചു വരുമ്പോൾ ഐക്യൂം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില കുഞ്ഞുങ്ങൾക്ക് കുറഞ്ഞിരിക്കും മദറിന് തൈറോയ്ഡ് കുറവാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ തൈറോയ്ഡ് ഹോർമോൺ കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം. അതുപോലെ തന്നെ തൈറോയ്ഡിൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് വളർച്ച, ഈ പറഞ്ഞ പോലെ ചില പ്രഗ്നൻസികളിൽ വളർച്ചയില്ലാതെ വരാം, ബ്ലീഡിംഗ് ആയിട്ട് വരാം, അതിനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് തന്നെ എടുത്തിരിക്കണം. പിന്നെ ഓൾറെഡി തൈറോയ്ഡ് ഉള്ളവരും അവരുടെ ഹോർമോൺ ലെവൽസൊക്കെ കൺട്രോൾഡ് ആണെങ്കിലും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കഴിഞ്ഞാൽ അവർ തൈറോയ്ഡ് നോക്കിയിരിക്കണം. കാരണം പ്രഗ്നൻസി ഹോർമോൺസ് മദറിൻ്റെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ തൈറോയ്ഡിൻ്റെ ഒരു പ്രവർത്തനത്തെ അത് ബാധിക്കും. അപ്പം അവർക്ക് ഈ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ ഡോസൊക്കെ കൂട്ടേണ്ടതായിട്ട് കാണാറുണ്ട്. ഡോക്ടർ, ഫൈബ്രോയിഡ് ഉള്ളവർക്ക് ബ്ലീഡിങ് കൂടുതലായിട്ട് വരാറുണ്ടോ? അത് പ്രഗ്നൻസിയിൽ കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഫൈബ്രോയിഡ് ഉള്ളവർക്ക്. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള ഫൈബ്രോയിഡുകളുണ്ട്. ചിലർക്ക് വലിയ ഫൈബ്രോയിഡുകൾ ഉണ്ടാവാം, ചിലർക്ക് ചെറിയ ഫൈബ്രോയിഡുകൾ ഉണ്ടാവാം. അപ്പോൾ ഈ ചെറിയ ഫൈബ്രോയിഡുകൾ ഉള്ളവർക്ക് വലിയ പ്രശ്നമില്ല. ഒരു 5 സെൻറ്റിമീറ്ററിന് മുകളിലോട്ടുള്ള ഗർഭപാത്രത്തെ വല്ലാണ്ട് അതിൻ്റെ ഷേപ്പിനെയൊക്കെ മാറ്റുന്ന തരത്തിലുള്ള ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നമുള്ളൊരു മുഴയല്ല. ഗർഭപാത്രത്തിൽ ഈ പേശികളിൽ നിന്നും വരുന്ന ഒരു മുഴയ്ക്കാണ് ഫൈബ്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലർക്ക് ഈ മുഴകൾ ഉള്ളവർക്ക് ബ്ലീഡിങ് കൂടുതൽ വരും. അതവർ പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപ് അവർക്ക് ബ്ലീഡിങ് കൂടുതൽ വരാനുള്ള പീരീഡ്സിൻ്റെ സമയത്ത് ബ്ലീഡിങ് കൂടുതലൊക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം ആക്ച്വലി അവർക്ക് പെട്ടെന്ന് ഈ ഫൈബ്രോയിഡിലേക്കുള്ള രക്തയോട്ടമൊക്കെ അങ്ങ് കൂടി വരുവാണ്. അപ്പോൾ ഈ ഫൈബ്രോയിഡിൻ്റെ വലിപ്പം കൂടാനുള്ള സാധ്യതകളുണ്ട് ഈ ഫൈബ്രോയിഡ് ഉള്ളവർക്ക്. കുഞ്ഞു വളരുന്നതിനോടൊപ്പം ഒപ്പം തന്നെ ഈ ഫൈബ്രോയിഡിലേക്കുള്ള രക്തയോട്ടം കൂടുന്നത് കൊണ്ട് ഈ ഫൈബ്രോയിഡ് വളരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ചിലർക്ക് പെട്ടെന്ന് വയറുവേദന ഒക്കെ വരാം. അതായത് ഈ പെട്ടെന്ന് അതിൻ്റെ എല്ലാ ഭാഗത്തും ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള രക്തയോട്ടം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചില ഭാഗങ്ങളിൽ ഡീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില സ്ത്രീകൾക്ക് ഒരു 5 മാസമൊക്കെ ആകുമ്പോഴേക്കും വലിയ ഫൈബ്രോയിഡുകളുള്ളവർക്ക് ഈ വയറുവേദന, ഭയങ്കര പനി അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ ഈ ഫൈബ്രോയിഡ് ഇരിക്കുന്നത് കൊണ്ടുള്ള വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ മാസങ്ങളിൽ പ്രഗ്നൻസിയിൽ ബ്ലീഡിങ് വരും. കാരണം പ്രത്യേകിച്ച് ഗർഭപാത്രത്തിൻ്റെ അകത്തോട്ട് തള്ളി നീക്കുന്ന ഫൈബ്രോയിഡുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ കൺസീവ് ആകാനേ ബുദ്ധിമുട്ട് വരാം. ചിലർ കൺസീവ് ആയാലും പെട്ടെന്നൊരു ബ്ലീഡിങ് ആയിട്ടൊക്കെ ഒരു 7 ആഴ്ച അല്ലെങ്കിൽ 8 ആഴ്ചയിലൊക്കെ പോകുന്നതിൻ്റെ ഒരു കാരണമായിട്ട് ഈ ഫൈബ്രോയിഡുകൾ നമുക്ക് കാണപ്പെടാറുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവർ അടുത്ത പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഇതിൻ്റെ കാരണം പരിഹരിച്ച്, അതായത് ഈ ഫൈബ്രോയിഡ് നീക്കം ചെയ്തിട്ട് അവരടുത്ത പ്രഗ്നൻസിയിലോട്ട് പോവുക. പിന്നെ ഈ ഫൈബ്രോയിഡ് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ മിനിമം ഒരു 3 തൊട്ട് 6 മാസം വരെ ഗ്യാപ്പ് ഇടണം അടുത്ത പ്രഗ്നൻ്റ് ആകാനായിട്ട്. ആ ഒരു ഗ്യാപ്പ് അവർ പാലിച്ചിരുന്നാൽ മതിയാവും. ഓക്കെ. അപ്പോൾ ഈ റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ വരുന്നവർക്ക് ഈ ബ്ലീഡിങ്ങിനുമായിട്ട് എന്തെങ്കിലും അതായത് പലർക്കും ഈ പഴയ പ്രഗ്നൻസികളിൽ ബ്ലീഡിംഗ് ആയിട്ടായിരിക്കും എല്ലാ പ്രഗ്നൻസികളും അബോർഷനിലോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മളൊരു ഒരു പ്രത്യേകമായിട്ട് അവർ ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നവരാണ്. അവരെ നമ്മൾ അടുത്ത പ്രഗ്നൻസി ആകുന്നതിന് മുൻപ് തന്നെ എന്താണ് ഇവർ ഓരോ മാസത്തെയും ഓരോ തവണ ഇവർ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഏത് സമയത്താണ് ഹാർട്ട് ബീറ്റ് വന്നിട്ടാണോ ഇവർക്ക് അബോർഷൻ ആയത്, അതോ വെറുതെ ബ്ലീഡിംഗ് ആയിട്ട് പോവുകയായിരുന്നോ, അങ്ങനെ ഓരോ സ്റ്റേജിലും നമ്മൾ ഇവർ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ജനിതകമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ ആദ്യത്തെ മാസങ്ങളിൽ അബോർഷൻ്റെ പ്രധാന ഒരു കാരണം. രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിലുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ. ഗർഭപാത്രത്തിൽ ചിലപ്പം വലിപ്പക്കുറവായിരിക്കാം, ചിലർക്ക് ഗർഭപാത്രത്തിൻ്റെ അകത്തുള്ള മുഴയാകാം, എന്തെങ്കിലും ഒരു ദശ പോലെയുള്ളതാകാം, അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ കീഹോൾ സർജറി വഴിയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. കീഹോൾ സർജറിയിൽ നമ്മൾ യൂട്രസും കീഹോൾ സർജറി ഏത് സ്റ്റേജിലായിരിക്കും ചെയ്യേണ്ടി വരുന്നത്? അതായത് പ്രഗ്നൻ്റ് ആകുന്നതിന് മുൻപാണ് നമ്മൾ കീഹോൾ സർജറി നോക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ പ്രഗ്നൻ്റ് ആകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക്, പ്രഗ്നൻ്റ് ആകാൻ ബുദ്ധിമുട്ടുള്ളവർക്കും പ്രഗ്നൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അബോർഷനായി പോകുന്നവർക്കും നമുക്ക് ഈ കീഹോൾ സർജറി നോക്കാവുന്നതാണ്. ഈ കീഹോൾ സർജറിയിൽ നമുക്ക് ചെറിയ 1-2 സ്റ്റിച്ചുകൾ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് നമ്മുടെ വയറിൻ്റെ അകം നമുക്ക് ഡയറക്റ്റ്ലി ഒരു ക്യാമറയിൽ കൂടെ TV-യിൽ നമ്മൾ കാണുന്ന പോലെ ഡയറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടു കഴിഞ്ഞാൽ ഗർഭപാത്രത്തിൻ്റെ ഷേപ്പ് നോർമലായിട്ടുള്ളവരുടെ പോലെയാണോ, ട്യൂബ് ഓക്കെ ആണോ, ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, ഓവറിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്തെങ്കിലും സിസ്റ്റുകളുണ്ടോ, ഗർഭപാത്രത്തിൽ മുഴയുണ്ടോ,
ഗർഭപാത്രത്തിൻ്റെ പുറത്തുള്ളതും ഈ കീഹോൾ പോലെ തന്നെ താഴെ കൂടെ നമ്മൾ യൂട്രസിൻ്റെ അകം കാണുന്ന ഒരു പ്രൊസീജിയറാണ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് ഗർഭപാത്രത്തിൻ്റെ അറഭാഗം, അതായത് കുഞ്ഞ് പോയി ഇംപ്ലാന്റ് ആകുന്ന സ്ഥലമൊക്കെ നമുക്ക് കറക്റ്റ് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലെന്തെങ്കിലും കുഴപ്പങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതേ സിറ്റിങ്ങിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് കീഹോൾ സർജറിയുടെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം അടുത്ത പ്രഗ്നൻസി അവർ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചിലർക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, അൺഎക്സ്പ്ലെയിൻഡ് ആയിരിക്കും എന്തുകൊണ്ടാണ് വരുന്നത്. അത് ചിലർക്ക് ചിലരുടെ ബ്ലഡിലുള്ള എന്തെങ്കിലും പ്രത്യേകം നമ്മുടെ ശരീരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചില പ്രോട്ടീൻസൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ അങ്ങനെ ഉള്ള ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ ബ്ലഡ് പരിശോധനകളൊക്കെ ചെയ്തിട്ട് അത് ഏതെങ്കിലും പോസിറ്റീവായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രഗ്നൻസിയിൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെഡിസിൻസും ഇഞ്ചെക്ഷൻസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അവർ അടുത്ത പ്രഗ്നൻസിയിൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് തന്നെ ഈ ബ്ലീഡിങ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് എടുക്കാം. പിന്നെ ചിലർക്ക് എന്തെങ്കിലും ഇമ്മ്യൂണോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയും, നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ എന്തെങ്കിലും ഒരു അബ്നോർമലായിട്ടുള്ള ഒരു പ്രവർത്തനം കാരണവും ചിലർക്ക് ഈ അബോർഷൻ വന്ന് കാണാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ മുമ്പ് പറഞ്ഞ പ്രഗ്നൻസിയിൽ വരാവുന്ന ബ്ലീഡിങ്ങിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് പല ഗർഭിണികളും പല കോംപ്ലിക്കേഷൻസ് കാരണം, ചിലപ്പോൾ ഈ റിപ്പീറ്റഡായിട്ട് അബോർഷൻ ആകുന്നതിൻ്റെയോ അല്ലെങ്കിൽ BP ഉള്ളവർ അല്ലെങ്കിൽ ഏജ് കൂടുതലുള്ളവർ, ഷുഗർ ഉള്ളവരൊക്കെ നമ്മുടെ ഈ ബ്ലഡ് തിന്നാകാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ എടുക്കുന്നുണ്ടാവും. എക്കോസ്പിരിന്, പിന്നെ അതിനുള്ള ഇഞ്ചെക്ഷൻസ്, ഹെപ്പാരിൻ എന്നൊക്കെ പറയുന്ന ഇഞ്ചെക്ഷൻസ് ഒക്കെ എടുക്കുന്നുണ്ടാവും. അങ്ങനെ എടുക്കുന്നവർക്ക് അവരുടെ ബ്ലഡ് തിന്നാകാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ബ്ലീഡിങ് വന്ന് കാണാറുണ്ട്. പക്ഷെ അതുകൊണ്ടുള്ള ബ്ലീഡിങ് അബോർഷനിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള മരുന്നുകൾ നിർത്തി കഴിയുമ്പോൾ അവർക്ക് ആ ബ്ലീഡിങ്ങിൻ്റെ ആ ഒരു എപ്പിസോഡ് അവിടെ സെറ്റിലാവുന്നതായിട്ടാണ് കാണപ്പെടാറുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മെഡിസിൻസ് എത്രത്തോളം യൂസ് ചെയ്യാം ഈ ഒരു പ്രഗ്നൻസി സമയത്ത്? പ്രഗ്നൻസി സമയത്ത് അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നിർദ്ദേശിക്കുന്ന പ്രഗ്നൻസി വൈറ്റമിൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യത്തെ 3 മാസം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളവരെന്ത് ചെയ്യും? അപ്പം ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക് ആ ബ്ലീഡിങ് എപ്പിസോഡ് സെറ്റിലായി കഴിഞ്ഞാൽ അവർക്ക് ആ ബ്ലഡ് തിന്നറിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ബ്ലീഡിങ് എപ്പിസോഡ് സെറ്റിലായി ഒരു 48 hours ഒക്കെ കഴിയുമ്പോൾ തൊട്ട് അവരുടെ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മെഡിസിൻസ് അത്യാവശ്യമാണെന്നുള്ളവർക്ക് നമുക്കത് കൊടുക്കാവുന്നതാണ്. കാരണം അത് ഈ കുഞ്ഞിലേക്കുള്ള രക്തക്കുഴലുകളിലെ രക്തയോട്ടം കൂട്ടുന്നതിന് സഹായിക്കുന്ന ഒരു മെഡിസിൻസാണ് അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസ് കൊടുക്കുമ്പം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും നല്ല ഒരു ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. അതെടുത്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വളർച്ചക്കുറവ് വരാനും ചിലർക്ക് ഈ ബ്ലഡ് ക്ലോട്ടായി ഇരുന്നിട്ട് പെട്ടെന്ന് കുഞ്ഞിൻ്റെ അനക്കം നിന്ന് പോകാനൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഈ സമയത്ത് നമ്മൾ ബ്ലീഡിങ് വളരെയധികം നോക്കി ഇരിക്കണം, അന്ന് ശ്രദ്ധ വേണം. അതായത് നോർമലായിട്ടുള്ളൊരു പ്രഗ്നൻസികളിലൊക്കെ ബ്ലീഡിങ് വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കൂടുതലായിട്ടും ഈ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുള്ള പ്രഗ്നൻസികൾ അല്ലെങ്കിൽ ഇതിന് മുൻപ് അബോർഷൻ വന്നിട്ടുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ കുറച്ച് പ്രഗ്നൻസിയിൽ വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ആദ്യത്തെ 3 മാസം വരെ. 3 മാസത്തിന് ശേഷവും ഈ സർവിക്സിൻ്റെ ലെങ്ത് ഒക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോൾ വേണമെങ്കിലും പെയിൻ വരാനും ഒരു പ്രീ ടേം ആയിട്ടുള്ള ഡെലിവറിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്തരക്കാർ മാത്രം ഒരു പ്രഗ്നൻസി ത്രൂ ഔട്ട് പ്രഗ്നൻസി കുറച്ച് കെയർഫുൾ ആയിരിക്കുന്നത് നല്ലതായിരിക്കും. ഡെലിവറി കഴിഞ്ഞിട്ടുള്ള രക്തസ്രാവം, അതിനെപ്പറ്റി എന്തെങ്കിലും പറയാമോ ഡോക്ടർ? ഡെലിവറി കഴിഞ്ഞിട്ടുള്ള രക്തസ്രാവം ആ സമയത്ത് നമുക്ക് മരുന്നുകളൊക്കെ കൊടുത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രക്തം കുറവായിരിക്കും. ഡെലിവറി കഴിഞ്ഞ് 3 മാസം വരെ അവർ കറക്റ്റായിട്ട് അയണിൻ്റെ ഗുളികയും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അത്തരക്കാർക്ക് എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. എന്തെങ്കിലും ഇൻഫെക്ഷൻസൊക്കെ ആദ്യത്തെ ഒരു 6 ആഴ്ചയിൽ വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ബ്ലീഡിങ്ങിലേക്കൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ BP ഒക്കെ ഉള്ളവർക്കും ചിലപ്പം അമിതമായിട്ട് രക്തസ്രാവം കാണാറുണ്ട് ഡെലിവറി ടൈമിൽ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ BP, ഷുഗർ, അവർക്ക് എന്തെങ്കിലും ഒരു മെഡിക്കൽ പ്രശ്നങ്ങൾ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അതെല്ലാം കൺട്രോൾ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ വോമിറ്റിംഗ് ഒരുപാടുള്ളവർക്ക് ബ്ലീഡിങ്ങുമായിട്ട് എന്തെങ്കിലും അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? ചിലർക്ക് ഭയങ്കരമായിട്ട് വോമിറ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് അടിവയറ് വേദനയും നമ്മുടെ പെൽവിക് ഏരിയയിലേക്കൊക്കെ വരുന്ന ഒരു പ്രഷർ കൂടുതലായിട്ട് വളരെ ചുരുക്കം ആളുകളിൽ വജൈനൽ ബ്ലീഡിങ് കാണാറുണ്ട്. അതിനേക്കാളും കൂടുതൽ അവർക്ക് തൊണ്ടയിൽ നിന്നുള്ള ബ്ലീഡിങ്ങാണ് കൂടുതൽ വരുന്നത്. ഈ തൊണ്ടയിൽ ചെറിയ പലരും വരുന്നതാണ്. ഒത്തിരി ഛർദ്ദിച്ച് കഴിയുമ്പം ഛർദ്ദിക്കുന്നു എന്ന് പറഞ്ഞു വരും. അത് ബേസിക്കലി അവർ ഛർദ്ദിക്കുന്ന സമയത്ത് ആ ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുന്നവർ റിപ്പീറ്റഡായിട്ട് അവർ ഛർദ്ദിക്കുമ്പോൾ തൊണ്ടയിലുള്ള ചെറിയ ചെറിയ രക്തക്കുഴലുകളൊക്കെ പൊട്ടി അതാണ് ഈ രക്തമായിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ബ്ലീഡിങ് കുറയ്ക്കാനുള്ള മരുന്നുകൾ, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വോമിറ്റിംഗ് കുറയ്ക്കാനുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് ശരിയാക്കാവുന്നതാണ്.
പ്രഗ്നൻസിയിൽ മാത്രം ഡെവലപ്പായി വരുന്ന ചില കണ്ടീഷൻസ് ഉണ്ടല്ലോ, ഇപ്പോൾ പൈൽസ് ആയാലും ശരി, ഡയബറ്റിസ്, ഇതെല്ലാം പ്രഗ്നൻസി കഴിഞ്ഞ് പോയില്ലെങ്കിൽ എന്തായിരിക്കും? നോർമലി പ്രഗ്നൻസിയിലായിട്ട് വരുന്ന കണ്ടീഷൻസ്, ഈ പൈൽസ് ഒക്കെ പ്രധാനമായിട്ടും ഡെലിവറി കഴിയുമ്പോഴാണ് വരുന്നത്. അപ്പോൾ അത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഫുഡിൻ്റെയും ഒക്കെ ഇതനുസരിച്ചാണ് പൈൽസ് എങ്ങനെയാണ് ഇനി അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഡെലിവറിക്ക് ശേഷം അവർക്ക് ഈ മലബന്ധം വരാത്ത രീതിയിലുള്ള, കോൺസ്റ്റിപ്പേഷൻ വരാത്ത രീതിയിലുള്ള ഭക്ഷണം കഴിക്കാനും ധാരാളം വെള്ളം കുടിക്കാനും പിന്നെ ഈ സ്റ്റൂൾ സോഫ്റ്റ്നസ് ഉണ്ട്, മലം ലൂസായിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ പൈൽസ് ഒരു പരിധി വരെ നമുക്ക് 6 ആഴ്ചയൊക്കെ ആകുമ്പോഴേക്ക് ശരിയായി വരേണ്ടതാണ്. ഈ 6 ആഴ്ചയ്ക്ക് ശേഷവും നിൽക്കുന്ന പൈൽസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരൊരു സർജനെ കാണിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ എന്താണെന്നുള്ളത് എടുക്കേണ്ടതാണ്. ചിലർക്ക് ഡയബറ്റിസ് വന്നാൽ പിന്നെ പോകത്തില്ല, ഡെലിവറി കഴിഞ്ഞാലും പോവാതെ നിൽക്കാം. അങ്ങനെയുള്ളവരെന്ന് പറഞ്ഞാൽ അവർക്ക് ഡയബറ്റീസ് കണ്ടുപിടിക്കുന്നത് പ്രഗ്നൻസിയിലായിരിക്കും. ചിലപ്പോൾ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് അവർക്ക് ചിലപ്പം ഡയബറ്റീസ് ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ നമ്മൾ ചിലർ ചെക്ക് ചെയ്യാത്തവരുണ്ടാവും. അപ്പോൾ അത് ഈ ഒരു 20 ആഴ്ചയ്ക്കൊക്കെ മുൻപ് തന്നെ ഈ ഷുഗറിൽ കൂടുതൽ ലെവൽ കാണിക്കുന്നവരുടെ അർത്ഥം വെച്ചാൽ ഓൾറെഡി ഡയബറ്റിക് ആയിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ഈ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് ഷുഗർ നോക്കുന്ന കൂട്ടത്തിൽ നമ്മൾ HbA1c എന്ന് പറയുന്ന ടെസ്റ്റും കൂടെ നോക്കും. അതെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻ്റ് ആകുന്നതിൻ്റെ ലാസ്റ്റ് 3 മാസത്തെ ഇവരുടെ ഷുഗർ കൺട്രോൾ എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി പ്രഗ്നൻസി കെയർ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് പ്രഗ്നൻസിയിൽ മാത്രം ഷുഗർ വരുന്നവരുണ്ട്. അത് സാധാരണയായിട്ട് ഒരു 6 മാസം ആകുമ്പോഴാണ് പ്രഗ്നൻസിയിൽ മാത്രമായിട്ട് വരുന്ന ഷുഗർ വരുന്നത്. അത്തരക്കാർക്ക് ഡെലിവറി കഴിഞ്ഞ് 6 ആഴ്ച ആകുമ്പോഴേക്കും ഷുഗർ നോർമൽ ആകാറുണ്ട്. ചിലർക്ക് നോർമൽ ആകാതെ ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരുന്നവർക്ക് മാത്രമാണ് അവർക്ക് പ്രഗ്നൻസി കഴിഞ്ഞും ഷുഗർ നിൽക്കാനുള്ള സാധ്യത. പിന്നെ ആരാണെങ്കിലും ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഷുഗർ ഉള്ളവർക്ക് നേരത്തെ ഡയബറ്റീസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ളവരോട് വർഷത്തിലൊന്നെങ്കിലും അവരൊന്ന് ഷുഗർ ലെവലൊന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിലും വീണ്ടും ആ സമയത്ത് ആദ്യത്തെ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വന്ന് ഡെലിവറി കഴിഞ്ഞ് നോർമൽ ആയവർക്കും അടുത്ത പ്രഗ്നൻസിയിൽ നമ്മൾ ആദ്യമേ നോക്കണം. കാരണം അവർക്ക് അടുത്ത പ്രഗ്നൻസിയിലും ഷുഗർ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ PCOD ഉള്ളവർ, വീട്ടിൽ പാരൻസിന് ആർക്കെങ്കിലും ഷുഗർ ഉള്ളവർ, വെയിറ്റ് കൂടുതലുള്ളവർ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യതകൾ കുറച്ച് കൂടുതലാണ്. ഇതുപോലെ തന്നെ ബ്ലഡ് പ്രഷറിൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ബ്ലഡ് പ്രഷർ കുറച്ച് ഡയബറ്റീസ് പോലെ അത്രയും കോമൺ അല്ല. എന്നാലും ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആകുന്നവർക്കൊക്കെ പ്രഗ്നൻസിയിൽ BP വരാനുള്ള സാധ്യതകളുണ്ട്. അത് 20 ആഴ്ചയ്ക്ക് ശേഷമുള്ള BPകൾ ഡെലിവറി കഴിയുമ്പോൾ കുറഞ്ഞോളും. 20 ആഴ്ചയ്ക്ക് മുൻപേ ഉള്ള BPകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ഓൾറെഡി BP ഉള്ളവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമ്മൾ 6 ആഴ്ച കഴിഞ്ഞ് നോർമൽ ആണെങ്കിൽ വേറെ മെഡിസിൻസിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ബ്ലീഡിങ് ഉള്ളവർക്ക് ഈ ഭക്ഷണക്രമം എങ്ങനെ കൊണ്ടുപോകണം? അങ്ങനെ ബ്ലീഡിങ് ഉണ്ട് എന്ന് പറയുന്ന പലർക്കും പല തെറ്റിദ്ധാരണകളുണ്ട്. ഈ മാതളം കഴിച്ചാൽ അല്ലെങ്കിൽ ഡേറ്റ്സ് ഒക്കെ കഴിച്ചാൽ ബ്ലീഡിങ് ഉണ്ടാകും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ബ്ലീഡിങ് വന്നു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഡയറ്റിലൊന്നും റെസ്ട്രിക്ഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഡേറ്റ്സ് കഴിക്കുന്നതും ഈ മാതളം കഴിക്കുന്നതും ഒക്കെ പ്രഗ്നൻസിയിൽ നല്ലതാണ്. രക്തം കൂടാനായിട്ടേ അത് സഹായിക്കുകയുള്ളൂ. ഒരിക്കലും അതൊരു ബ്ലീഡിങ് കൂട്ടുന്ന ഒരു ഭക്ഷണമല്ല. പൊതുവേ ഭക്ഷണക്രമം എങ്ങനെ കൊണ്ടുപോകാം? ഭക്ഷണക്രമം നോർമലി നമ്മൾ ഗർഭിണികളോട് പറയുന്നത് അവർക്ക് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എടുക്കുക. അതായത് ദിവസത്തിൽ 2 ഗ്ലാസ് പാല് കുടിക്കുക, ഒരു എഗ്ഗ് കഴിക്കുക, ഹോൾ എഗ്ഗ് കഴിക്കുക. ഹോൾ എഗ്ഗ് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് വൈറ്റ് എങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് പ്രോട്ടീൻസ്, അതായത് നോൺ വെജിറ്റേറിയൻ ഫുഡിലാണ് കൂടുതൽ നമുക്ക് പെട്ടെന്ന് പ്രോട്ടീൻസ് കിട്ടുന്നത്. അതായത് ചിക്കന്, ഫിഷ്, ബീഫൊക്കെ കഴിക്കുന്നവരാണ് അവർക്കെല്ലാം കഴിക്കാം. പക്ഷേ എന്ത് കഴിച്ചാലും ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നും ഓവറായിട്ട് കഴിക്കാൻ പാടില്ല. പിന്നെ ഗ്യാസ് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിപ്പ്, പയറ്, നട്ട്സ്, വാൾനട്ട്, ആൽമണ്ട് ഇതൊക്കെ വളരെ നല്ലതാണ്. ഇതെല്ലാം റിച്ച് പ്രോട്ടീൻ സോഴ്സസ് ആണ്. അപ്പോൾ ഇതൊക്കെ എടുക്കാം. പിന്നെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് വെജിറ്റബിൾസ് നമ്മുടെ സീസണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സിൽ സീസണൽ ആയിട്ടുള്ള നമുക്ക് ഈ സീസണിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എടുക്കുക. ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതിൽ നിറയെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, അതുപോലെ ഫൈബർ ഉണ്ട്. ഈ പ്രഗ്നൻസിയിൽ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഷുഗർ എല്ലാം ഷുഗർ കുറവായിരിക്കണം. എടുക്കേണ്ടതെന്നല്ല, ഷുഗർ നോർമലായിട്ടുള്ളവർക്ക് മിതമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കാം. എന്നാലും പ്രഗ്നൻസിയിൽ ഓവറായിട്ട് ഷുഗർ കൺസ്യൂം ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ചോറിൻ്റെ അളവൊക്കെ നമ്മൾ ഒത്തിരി 2 പേർക്കുള്ളതെന്ന് വെച്ചാൽ ഒരു വലിയ പ്ലേറ്റ് നിറയെ കഴിക്കേണ്ട ആവശ്യമില്ല. നോർമലി അവർ കഴിക്കുന്ന ചോറ് എന്താണോ അത് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ മതി. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരുപാട് സംശയങ്ങൾക്ക് നമുക്ക് ഉത്തരം തന്ന ഡോക്ടർക്ക് പ്രത്യേകം നന്ദി പറയട്ടെ. വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും കണ്ട പ്രേക്ഷകർക്കും നന്ദി. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.